എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുണിന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കുവാണ് ഗോവിന്ദ്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ അപർണിക പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് കിഷോറിന് ഒരു കുലുക്കമില്ലായിരുന്നു, ഒരു സന്തോഷമില്ലായിരുന്നു. അത് കണ്ട അപർണിക ആ പട കിളിപോയ അവസ്ഥയാവുന്നുണ്ട്. അതൊക്കെയാണ് നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപർണിക പ്രഗ്നന്റ് ആണെന്നുള്ള സത്യം ഗീതു അപർണിക അറിയുകയാണ്. പിന്നീട് അപർണിയോട് പറഞ്ഞു, അപർണിക തന്നെ വീട്ടിലേക്ക് പോകണ്ട, ഞാൻ കൊണ്ടേ ആയിക്കോളാം എന്ന് പറയണം. അപർണിക കുഴപ്പമില്ല ഗീതു എന്ന് പറഞ്ഞേ. അതൊന്നും കുഴപ്പമില്ല, ഞാൻ വന്നോളാന്ന് പറഞ്ഞ് ഗീതു എന്ത് ചെയ്യാണ്, അപർണികനെ കൊണ്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. ഈ സമയത്ത് കിഷോർ അവിടെ ഇല്ലായിരുന്നു. കിഷോർ ജോലിക്ക് പോയേക്കുമായിരുന്നു. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കിഷോറിൻ്റെ അമ്മയും പെങ്ങളുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നേ. അപ്പം ഗീതുവും കൂടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവർക്കൊരു വെപ്രാളം, അല്ലെ എന്തെങ്കിലും സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞോന്ന് അവർക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് അവരൊരു വെപ്രാളപ്പെട്ടാണ് നിന്നത്. പിന്നീട് അപർണയോട് ചോദിച്ചു, എന്താ മോളെ നേരത്തെ വന്നേ, എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപർണയെ പറഞ്ഞേ ഒന്നുമില്ല, ഒരു ക്ഷീണമാന്നൊക്കെ പറയണം. പിന്നീട് ഗീതുവിനോട് സംസാരിക്കുന്നുണ്ട് അവര്. അപ്പം ഗീതു അപ്പം സത്യങ്ങളൊക്കെ പറഞ്ഞു. അപർണിക പ്രഗ്നന്റ് ആണെന്നുള്ള ആ കാര്യം തുറന്നു പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ ഈ സന്തോഷ വാർത്ത ആദ്യം അപർണിക പറയാനായിട്ടിരുന്നോ, കിഷോറിനോടാ പറയാനിരുന്നേ. അതിന് വേണ്ടിയിട്ട് കിഷോറിനെ വിളിക്കുമായിരുന്നു. പക്ഷെ കിഷോറിനെ വിളിച്ചു കഴിഞ്ഞിട്ട് കിഷോറിൻ്റെ ഈ കാര്യം പറയാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും കിഷോർ മൈൻഡ് പോലും ചെയ്തില്ല. തിരക്കാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവേ. അത് അപർണികയ്ക്ക് ഭയങ്കര ഇൻസൾട്ടായിപ്പോയി. അപർണിക ഒരു സന്തോഷമുള്ള കാര്യം പറയാൻ വേണ്ടി വിളിച്ച ആ സമയത്താണ് കിഷോറിൻ്റെ ഈ അവഗണന. അത് അപർണികയ്ക്ക് സഹിച്ചില്ല, ഭയങ്കര വിഷമായി. എന്നിട്ട് വന്ന് ഗീതുവിനോട് പറഞ്ഞു, ഞാൻ കിഷോറിനെ വിളിച്ച് ആദ്യം ഈ കാര്യം പറയണമെന്ന് ഓർത്ത് വിളിച്ച, ഞാൻ പറയുന്നത് എന്താണെന്ന് കേൾക്കാനുള്ള മനസ്ഥിതി പോലും അവൻ കാണിച്ചില്ല. അവൻ തിരക്കാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് ഗീതു. എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുമെന്ന് പറയണം. ഗീതു പറഞ്ഞ് വിഷമിക്കണ്ട, എന്തായാലും തിരക്കൊക്കെ ആയിട്ടായിരിക്കും എന്ന് പറയണം. എന്നാലും അവൻ എത്ര തിരക്കുണ്ടെങ്കിലും അവൻ എൻ്റെ കോള് കാണുമ്പോൾ അവൻ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുന്നവനാ. ഇപ്പം പണ്ടത്തെ പോലെ അല്ല അവൻ. ഗീതു, കിഷോറിന് എന്തൊക്കെയോ ഭയങ്കര മാറ്റമുണ്ടെന്ന് പറയണം. എൻ്റെ പണ്ടത്തെ കിച്ചുവായിരുന്നു, ഇങ്ങനെയൊന്നും ആയിരുന്നില്ലെന്ന് പറയണം. ഗീത പറഞ്ഞു, അതിങ്ങനെ കമ്പനിയൊക്കെ കൈവിട്ട് പോയില്ലേ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാണുമെന്ന് പറയണം. അതെ, അപർണിക റെസ്റ്റ് എടുക്കുക, ഇനി ഇവിടെ നിൽക്കേണ്ട കേട്ടോ, കുറച്ചു നേരം പോയി കിടക്കാൻ പറയണം. അങ്ങനെ അപർണിക റൂമിലേക്ക് പോവാണ്. പിന്നീട് ഗീത പോകാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ശ്രീജയും കിഷോറിൻ്റെ അമ്മയും കൂടെ അങ്ങോട്ട് വരുന്നത്. പിന്നീട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഗീത പറഞ്ഞു, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഞാൻ അപർണികയോട് വേറൊന്നും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ അതോ പറയുമെന്ന് ഓർത്തോളം പേടിയും വേണ്ട. ഇനി ഇപ്പം അപർണിക പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായല്ലോ. പക്ഷേ ആ ഉണ്ടാകുന്നൊരു കുഞ്ഞ് പെൺകുഞ്ഞാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും. പെൺകുഞ്ഞായിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് വലുതായി കഴിയുമ്പം അവനെ പോലും, ആ കുഞ്ഞിനെ പോലും അവൻ ചിലപ്പം വിൽക്കാൻ ചിലപ്പം തയ്യാറാവുമെന്ന് പറയും. ഇത് കേട്ടത് അവർ രണ്ടുപേരും ഒന്ന് ഞെട്ടി. ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ഗീതു ഇങ്ങനെ പറയുന്നുള്ള. ഗീതു പറഞ്ഞത് സത്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതുപോലത്തെ വൃത്തിയായിട്ട പരിപാടിയാണല്ലോ കിഷോർ ഗീതുവിനോട് കാണിച്ചേ. ഗീതുവിന് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ലോ. അങ്ങനെ ഗീതു കർണത്തൊരു അടി കൊടുത്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നീട് കാണിക്കുന്ന രേഖയാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ടാണ് ഗോവിന്ദൻ്റെ മുറിയുടെ ഫ്രണ്ടിൽ കൂടെ വരുന്നത്. ഈ സമയത്ത് രഞ്ജുവും ഗോവിന്ദും കൂടെ മുറിക്കുള്ളിലുണ്ടായിരുന്നു. അപ്പോൾ അവർ തമ്മിലുള്ള സംസാരം രേഖ കേൾക്കുവാണ്. അപ്പോൾ രേഖയ്ക്ക് ഒരു കാര്യം മനസ്സിലാതിരുന്നു, വരുണിനെ കൊടുക്കാനുള്ള എന്തൊക്കെയോ തെളിവുകൾ രഞ്ജു കാണിച്ചിട്ടുണ്ട് ഗോവിന്ദനെ. അപ്പോൾ ആ തെളിവുകൾ എന്താണെന്നറിയത്തില്ല. അപ്പോൾ ആ തെളിവുകളുടെ കൂട്ടത്തിൽ ഇനിയിപ്പം വിനോദ് ഉൾപ്പെട്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. വിനോദെ കൊടുക്കാനുള്ള എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് അറിയത്തില്ല. ആകെപ്പോൾ ഒരു ഡൗട്ടായിപ്പോയി. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ കേൾക്കുവാണ് രേഖ. രഞ്ജു ഗോവിന്ദനോട് പറയണ, ഗോവിന്ദൻ അറിയാലോ ഞാൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നുള്ള കാര്യം. എനിക്ക് ഇഷ്ടപ്പെട്ട പുരുഷനെ കല്യാണം കഴിക്കണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹം, പക്ഷെ എനിക്ക് സാധിച്ചില്ല. ഇനിയാളും എൻ്റെ ആഗ്രഹം സാധിച്ചെടുക്കണം. ഗോവിന്ദൻ എന്നെ സഹായിക്കില്ലേന്ന് ചോദിക്കണം. ഗോവിന്ദൻ എൻ്റെ ഒപ്പം നിൽക്കില്ലേ, എനിക്ക് സ്നേഹിച്ച പുരുഷനെ കിട്ടാനായിട്ട് ഗോവിന്ദൻ എന്നെ സഹായിക്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗോവിന്ദൻ പറഞ്ഞു, അതിനെന്താ, ഞാൻ നിൻ്റെ ഒപ്പം എല്ലാ കാര്യത്തിനും നിൻ്റെ ഒപ്പം നിൽക്കും. നീ സ്നേഹിച്ച പുരുഷനെ കിട്ടാനായിട്ട് എത്ര വേണം റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാന്ന് പറയാണ്. ഇത് കേട്ടൻ രേഖയ്ക്ക് ഒരു സംശയമേ, ആരെക്കുറിച്ചാണ് പോലും പറഞ്ഞത്, ഇനി ഗോവിന്ദനെ കുറിച്ചാണോ, ഇനിയിപ്പം മറ്റെന്തെങ്കിലും ഒരു ബന്ധം രഞ്ജുവിനുണ്ടായിരിക്കുമോ, അതേക്കുറിച്ചാണോ പറഞ്ഞത്. അത് എത്രയും പെട്ടെന്ന് ഗീതുവിനെ അറിയിക്കണം. അങ്ങനെ ഒരു ചിന്ത രേഖയുടെ ഉള്ളിലുണ്ടാകുന്നുണ്ട്. പിന്നീട് രേഖ പോയിട്ട് ആദ്യം പ്രിയനെ വിളിക്കുന്നത്. പ്രിയനെ വിളിച്ചിട്ട് സൂചന കൊടുക്കണം. വിനോദ് എങ്ങനെ ഇതിന് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. പ്രിയനെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രിയ, ഇവിടെ കുറച്ച് സംഭവവാസങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയാം. എന്താ രേഖേച്ചി, എന്താന്ന് ചോദിക്കുകയാണ്. അതെ, വരുണേട്ടന് കൊടുക്കാനുള്ള കുറേ തെളിവുകളൊക്കെ ഇന്ന് ഗോവിന്ദേട്ടൻ കൈ രഞ്ജു ഏൽപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വന്നു കയറിയ പെണ്ണില്ലേ അവള്, ആ ഒപ്പം തന്നെ വിനോദേട്ടൻ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. വിനോദേട്ടനോട് ചോദിക്കണം കേട്ടോ. എന്തെങ്കിലും സഹായങ്ങളൊക്കെ വരുണേട്ടൻ ചെയ്തു തന്നിട്ടുണ്ടോ, അവർ രണ്ടുപേരും കൂട്ട് എന്തെങ്കിലും കമ്പനിക്കെതിരായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ
അത് വിനോദേട്ടനും കൂടെ കൊടുക്കൂന്ന് പറയണ. ഇത് കേട്ടും പ്രിയ ഒന്ന് ഞെട്ടി. അങ്ങനെ വരാൻ വഴിയില്ല, ഞാനിത് ചോദിച്ചു നോക്കാം രേഖേച്ചി, പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയണം. അങ്ങനെ ടെൻഷൻ അടിച്ചാണ് പ്രിയ കോള് വെച്ചത്. പിന്നീട് വൈകുന്നേരം ആയപ്പോഴത്തേനും വിനോദ് വന്നു. വിനോദ് വന്നു കഴിഞ്ഞാൽ ഉടനെ പ്രിയ വിനോദിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. എന്നിട്ട് ചോദിച്ചു, വിനോദേ, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയണമെന്ന് പറയാം. എന്താ? അല്ല, നീ വർണ്ണേട്ടൻ്റെ കൂടെ കൂട്ട് കമ്പനിക്കെതിരായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? കമ്പനിയിലെ പണം അടിച്ചു മാറ്റും എന്തെങ്കിലും ചെയ്തതെന്ന് ചോദിക്കുകയാണ്. നീ എന്താ രേഖ പറയണേ? നിനക്ക് എന്നെ ഒരു സ്ഥലകാലബോധം ഒന്നും ഇല്ലേന്ന് ചോദിക്കണം. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമോയെന്ന് ചോദിക്കണം. രേഖ എന്നല്ല, സോറി, നീ എന്താ പ്രിയേ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടെന്ന് ചോദിക്കണം. എന്താ നീ ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിച്ചേ? അല്ല, കാര്യമുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചേ. നാളെ തെളിയരുത് വിനോദേട്ടൻ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം. കമ്പനിയിൽ നിന്ന് കുറെ പൈസ അടിച്ചു മാറ്റിയെന്നൊക്കെ പറയുന്നത് കേട്ടോ. പക്ഷെ അതിൻ്റെ തെളിവുകളൊക്കെ ഗോവിന്ദന് കിട്ടിയിട്ടുണ്ട്. ഒരു പക്ഷേ വിനോദ് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിനോദിൻ്റെ ജോലി അതോടുകൂടി കഴിയട്ടെ AGM-ൽ. ഇനി ഞാൻ പറഞ്ഞില്ല, കേട്ടിരുന്ന് വേണ്ട. നാളെ മിക്കവാറും നമ്മളെ എല്ലാവരും അങ്ങോട്ട് വിളിപ്പിക്കുമായിരിക്കും. ആ സമയത്ത് തലയും കുടിച്ച് നിന്നേക്കരുതെന്ന് മുൻകൂർ താക്കീത് നൽകുകയാണ് പ്രിയ. അപ്പോൾ വിനോദ് പറഞ്ഞേ, ഇല്ലില്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയണം. പിന്നീട് വിനോദിന് അതിനകത്ത് പങ്കില്ലായിരുന്നു. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദ് തെളിവുകളെല്ലാം കണ്ടു വരുണിനെ കുറിച്ചുള്ള. വരുൺ 25 ലക്ഷം രൂപ അടിച്ചു മാറ്റിയെന്നൊക്കെ. ആ പൈസ എന്തിനു വേണ്ടി അവൻ കമ്പനിയിൽ നിന്ന് മുക്കിയത്? അപ്പോൾ അതെന്തൊരു കാരണം കാണും. അവനിപ്പോൾ പ്രത്യേകിച്ച് ആ പൈസ കൊണ്ടേ കൊടുക്കാൻ ആർക്കാ കൊടുക്കുന്നേ? അപ്പോൾ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ വേണമല്ലോ അതിന്. പക്ഷെ എന്താ കാരണം എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഇത്രയും പൈസയൊക്കെ അവൻ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിനു മുമ്പ് ഇതുപോലത്തെ കള്ളത്തരങ്ങളൊക്കെ കാണിച്ച് കാണുമായിരിക്കും. ഒരുപക്ഷെ താനത് അറിയാത്തായിരിക്കും. സ്വന്തം കമ്പനിയിൽ നിന്നുകൊണ്ട് സ്വന്തം കമ്പനീനെ ചീറ്റ് ചെയ്യുന്ന പരിപാടി അവൻ കാണിച്ചിരിക്കുന്നത്. 1-2 ലക്ഷം രൂപയിലെ 25 ലക്ഷം രൂപ തന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഗോവിന്ദനാണെങ്കിൽ മുറിയിൽ വന്നിട്ട് ഭയങ്കര അസ്വസ്ഥയായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ആ തെളിവുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇതങ്ങനെ വിട്ടാൽ പറ്റില്ലെന്ന് തന്നെ തീരുമാനിച്ചു. പിന്നീട് വൈകുന്നേരം ആയപ്പോഴത്തേനും ഗീതവും വരുന്നുണ്ട് വീട്ടിലേക്ക്. ഗീത വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവർണയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. പിന്നീട് അവർണയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. അവർണയെ പ്രഗ്നൻ്റ് ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഗോവിന്ദനോട്. ഇതിനെല്ലാം ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദ് എല്ലാവരെയും ഹാളിലേക്ക് വിളിപ്പിക്കുകയാണ്. ഈ പ്രിയനെ, വിനോദിനെ, അജാസിനെ, സുവർണനെ എല്ലാവരെയും വിളിപ്പിച്ചു. അവരെല്ലാവരും വന്നു. ആ സമയത്ത് വരുണും രാധികാമ്മ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നീട് ഗോവിന്ദ് പറഞ്ഞു, ഞാൻ എല്ലാവരെയും കൂടെ വിളിപ്പിച്ച് എന്തിനാണെന്ന് അറിയാവുന്ന ചോദിക്കുകയാണ്. പെട്ടെന്ന് രാധികാമ്മ പറഞ്ഞു, അറിയത്തില്ല കണ്ണ, എന്തിനാ വിളിപ്പിച്ചതെന്ന് അറിയത്തില്ല എന്ന് പറയാം. അതെ, എനിക്കൊരു സുപ്രധാനമായിട്ട് തെളിവ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കമ്പനിയിൽ നിന്ന് 10-25 ലക്ഷം രൂപ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അതാര് എന്തിനു വേണ്ടിയിട്ട് അടിച്ചു മാറ്റിയെന്ന് എനിക്ക് അറിയണം. അതിനു വേണ്ടിയാണ് ഞാൻ എല്ലാവരെയും കൂടി വിളിപ്പിച്ചതെന്ന് പറയണം. ഇത് കേട്ടത് വരുണൊന്നും ഞെട്ടി. കാരണം വരുൺ ആ പൈസ അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീതനെ ഇല്ലാതാക്കാനുള്ള കൊട്ടേഷൻ ടീമിന് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത് പക്ഷേ ബാക്കി ആർക്കും, രാധികാമ്മയ്ക്ക് പോലും അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും അറിയത്തില്ല. ഈ വരുൺ ഇതുപോലെ പൈസയൊക്കെ അടിച്ചു മാറ്റുന്നുള്ള കാര്യം അറിയത്തില്ല. മുമ്പ് തന്നെ രാധികാമ്മ പറഞ്ഞായിരുന്നു, ഒരു കാരണവശാലും നീ ഗോവിന്ദനെ ചതിക്കില്ല, AGM ഗ്രൂപ്പിനെ ചതിക്കില്ല. അങ്ങനെ ചതിച്ചെന്ന് പറഞ്ഞാൽ ഒരു നിമിഷം പോലും ഞാൻ നിന്നെ ഈ വീട്ടിൽ വെച്ച് പൊറപ്പിക്കില്ല എന്നുള്ള സത്യം. പിന്നീട് ഗോവിന്ദ് അതിനെക്കുറിച്ച് ചോദിച്ചു കഴിയുമ്പോഴത്തേനും വരുൺ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. ഇനിയിപ്പം വരുണിൻ്റെ കർണം അടിച്ച് പോയ്ക്കും. ഗോവിന്ദ് വിട്ടുകൊടുക്കത്തില്ല. അപ്പോൾ ആ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.